കാർഷിക കടങ്ങൾക്കുള്ള മൊറട്ടോറിയം കാലാവധി ദീർഘിപ്പിച്ച് ഉത്തരവിറങ്ങാൻ വൈകിയതിൽ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്തുകൊണ്ടാണ് സമയബന്ധിതമായി ഉത്തരവിറക്കാൻ വൈകിയതെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ടോം ജോസിനോട് ചോദിച്ചു. ഉത്തരവിറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി തേടാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതേസമയം ഉത്തരവ് ഇറങ്ങാത്തതിൽ കർഷകർക്ക് ആശങ്ക വേണ്ടെന്ന് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. കർഷകരുടെ എല്ലാ വായ്പകൾക്കുമുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാനായിരുന്നു മന്ത്രിസഭാ തീരുമാനം. കർഷക ആത്മഹത്യ തുടർ സംഭവമായ സാഹചര്യത്തിലായിരുന്നു സർക്കാർ നടപടി. എന്നാൽ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഉത്തരവിറക്കാൻ കഴിയാതെയുമായി. ഇക്കാര്യത്തിലെ അതൃപ്തി കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ പരസ്യമാക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഉത്തരവിറക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയാണെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി ചോദിച്ചു. ഉത്തരവിറക്കാൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ടോം ജോസിനോട് ആവശ്യപ്പെട്ടു. നിലവിലെ മൊറട്ടോറിയത്തിന്റെ കാലാവധി മെയ് അവസാനം വരെ ഉണ്ടെന്നും കർഷകർ ആശങ്കപ്പെടേണ്ടെന്നും മന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. മെയ് മാസം വരെ മൊറട്ടോറിയം നിലനിൽക്കുകയാണ്. മെയ് മാസം 23-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് പിന്നീട് വരുന്ന ദിവസം വരെ ഇത് നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മൊറട്ടോറിയം സംബന്ധിച്ച കാര്യത്തിനകത്ത് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല. മാർച്ച് 5-നാണ് മൊറട്ടോറിയത്തിന്റെ കാലാവധി തീർപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. 10-ന് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഉത്തരവിറക്കാൻ ഇത്രയും വൈകിയതാണ് സർക്കാരിന് തിരിച്ചടിയായത്. മുഖ്യമന്ത്രി പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി പോലും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.